എന്തെങ്കിലും ശേഷം സുഖമാണിരിക്കുന്നു കേട്ടോ. പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചില ഇമിഗ്രേഷൻ റിലേറ്റഡ് അപ്ഡേറ്റ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും യു കെയിൽ ഒരു ആൻറ്റി ഇമിഗ്രൻ ഒരു എന്താ പറയുക ഒരു ഒരു ജനങ്ങൾക്കിടയിൽ അഭിപ്രായങ്ങൾ വർദ്ധിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അത് തീർച്ചയായിട്ടും നമ്മളും ശ്രദ്ധിക്കേണ്ടതാണ്. എന്തുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളതും കൂടി നമുക്ക് ഇതിൽ വിലയിരുത്താം. അത് യു കെ മാത്രമല്ല, യൂറോപ്പ് ആവട്ടെ, കാനഡ ആവട്ടെ, ഓസ്ട്രേലിയ ആവട്ടെ, ഏത് രാജ്യമാവട്ടെ, നമ്മൾ ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ വലിയ വലിയ ആപത്ത് വരാനുള്ള സാധ്യതകളുണ്ട്. എനിവേ, ആദ്യമായിട്ട് ഇങ്ങനെ ചാനൽ ഇൻഫർമേറ്റീവ് വാലന്റൈനിങ് ആയിട്ടുള്ള കൊച്ചി യൂട്യൂബ് ചാനലാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക. സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും ഒരു ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം യു കെയുടെ ഇപ്പോഴത്തെ സാഹചര്യം, യൂറോപ്പിന്റെ ഇപ്പോഴത്തെ സാഹചര്യം, ഓസ്ട്രേലിയയും കാനഡയുടെയും ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ യു കെയിലൂടെ തുടങ്ങി യൂറോപ്പ്, കാനഡയിലേക്ക് പോവാം. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം എന്തുകൊണ്ട് നമ്മളത് ഇപ്പോൾ ചിന്തിക്കണം എന്നുള്ളത് അറ്റ്ലീസ്റ്റ് നമ്മുടെ ഫോളോവേഴ്സും നമ്മുടെ സബ്സ്ക്രൈബേഴ്സെങ്കിലും മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. ഞാൻ എല്ലാവരിലേക്കും എത്തിക്കാൻ പറ്റുന്ന എനിക്കൊരു ഗ്യാരണ്ടി ഇല്ല. സോ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ സർക്കിളിൽ പറയുക എന്നുള്ളത് മാത്രമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ റോബർട്ട് ജെൻറിക്, മുന്നത്തെ ഇമിഗ്രേഷൻ മിനിസ്റ്ററിൻ്റെ ഒരു എന്താ പറയുക ടോറി ലീഡർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ചില പ്രസ്താവനകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇനി അടുത്ത പ്രധാനമന്ത്രി ആവേണ്ടത് ആര്, അതായത് കൺസർവേറ്റീവ് പാർട്ടിയുടെ ഇടയിൽ എന്നുള്ളത് തീരുമാനിക്കുന്ന ഒരു ടോറി ലീഡർഷിപ്പ് ക്യാമ്പയിൻ ആയിരുന്നു. ക്യാമ്പയിൻ അല്ല, ഇപ്പൊ ഏറ്റവും കൂടുതൽ ഒരു സപ്പോർട്ട് കിട്ടുന്ന ഒരു ടോറി ലീഡർഷിപ്പിന്റെ ഇടയിൽ കിട്ടുന്നത് റോബർട്ട് ജെൻറിക്കിനാണ്. എന്തുകൊണ്ട് നമ്മൾ കഴിഞ്ഞ മന്ത്രിസഭയിൽ നിന്ന് റോബർട്ട് ജെൻറിക് രാജിവെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ നിയമങ്ങൾ കൊണ്ടുവരണമെന്നുള്ള പ്രപ്പോസലുകൾ അടിക്കടി ഋഷി സുനകിന് മുമ്പിൽ വെച്ചിരുന്നെങ്കിലും അതിലൊന്നും തന്നെ ഋഷി സുനക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അതിലെന്തൊക്കെയാണ് ആ സമയങ്ങളിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീണ്ടും ഇവിടെ ആവർത്തിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഇപ്പം ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, റോബർട്ട് ജെൻറിക്സ് വാസ് ടു കട്ട് എയ്ഡ് ടു കൺട്രീസ് ദാറ്റ് ഡു നോട്ട് ടേക്ക് ബാക്ക് റിഫ്യൂസ്ഡ് അസൈലം സീക്കേഴ്സ്. അതായത് യു കെയിൽ ഒരുപാട് അസൈലം സീക്കേഴ്സ് വരുന്നുണ്ട്. അതിപ്പോൾ കടൽ കടന്നിട്ടാവട്ടെ, ഇനിയിപ്പോൾ വിസിറ്റിംഗ് വിസയിൽ വന്ന് ചാടുന്നവരാവട്ടെ, ഇനിയിപ്പോൾ മറ്റ് സ്റ്റുഡൻറ് വിസയിൽ വന്ന് ചാടുന്നവരാവട്ടെ, യു കെയിൽ വന്ന് ചാടുന്നവർ അവരെ തിരിച്ചു വിളിച്ചില്ലെങ്കിൽ അതാത് രാജ്യങ്ങൾക്ക് ഇനി തൊട്ട് വിസ ഇഷ്യൂ ചെയ്യേണ്ട എന്നുള്ള വളരെ കടുത്ത രീതിയിലുള്ള ഒരു അഭിപ്രായമാണ് നമ്മുടെ റോബർട്ട് ജെൻറിക് പറഞ്ഞിരിക്കുന്നത്. പുള്ളി മന്ത്രിസഭയിൽ ഉണ്ടായിരിക്കുന്ന സമയത്തും ഇതേപോലെ കടുത്ത പ്രഖ്യാപനങ്ങൾ കൊണ്ടുവന്നതുകൊണ്ട് അത് നടക്കാത്തതുകൊണ്ടും അതിനെ വിഷമിച്ച് പുള്ളി റിസൈൻ ചെയ്ത് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇനി ഒരു ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ അടുത്ത പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആവേണ്ട ഒരു വ്യക്തിയാണ്. ഇനി ഒരു ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ കൺസർവേറ്റീവ് ജയിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി ആവേണ്ട വ്യക്തിയാണ് റോബർട്ട് ജെൻറിക്. സോ അതുകൊണ്ട് തന്നെ വളരെ വിലയിരുത്തേണ്ട അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ടോപ്പ് ടോറി ലീഡർഷിപ്പ് കണ്ടന്റ് പ്ലറ്റ്സ് ബാൻ ഓൺ യു കെ വിസ ടു ഇന്ത്യൻസ് ഇഫ് ഇന്ത്യ ഡസ് നോട്ട് അക്സെപ്റ്റ് റിട്ടേൺസ്. അതായത് 100,000-ഓളം ഇന്ത്യക്കാർ യു കെയിൽ എന്താണ് അനധികൃത കുടിയേറ്റക്കാരായിട്ട് ഇവിടെ തുടരുന്നുണ്ട്. അവരെ നമ്മുടെ രാജ്യം തിരിച്ചു വിളിച്ചില്ലെങ്കിൽ ഇനി തൊട്ട് ഇന്ത്യക്കാർക്ക് വിസ കൊടുക്കരുത് എന്നുള്ളൊരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഈ ക്യാമ്പയിൻ്റെ ഇടയിൽ പുള്ളി പറഞ്ഞതായിട്ട് നമ്മൾ ശ്രദ്ധയപ്പെട്ടു. തീർച്ചയായിട്ടും 100,000-ഓളം ഇവിടെ ആളുകൾ ഇല്ലീഗൽ മൈഗ്രൻസ് ആയിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നു എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമുണ്ട്. ഇവിടെ വന്ന് ചാടുന്നവരുണ്ട്. അതിന് നമ്മുടെ നാട്ടിലെ ഏജൻസികളും ഉത്തരവാദികൾ ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏജൻസി ഇത് പരസ്യം തന്നെ ചെയ്യുന്നുണ്ട്. യു കെയിലേക്കും ഓസ്ട്രേലിയയിലേക്കും കാനഡയിലേക്കും നിങ്ങൾക്ക് വിസിറ്റിംഗ് വിസയിൽ ചെന്ന് റെഫ്യൂജി വിസ അപ്ലൈ ചെയ്യാം, അസൈലം വിസ അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞ് പരസ്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു എന്താ പറയുക, ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ എല്ലാ രാജ്യത്തിലേക്ക് ആളുകൾ റെഫ്യൂജി വിസയ്ക്ക് വേണ്ടി ആൾക്കാരെ കയറ്റിവിടുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാർ ഇപ്പം സ്റ്റഡീസിന് പോകുന്നവരും ഒരു നല്ലൊരു ജോബ് കിട്ടി പോകുന്നവർക്കും ഇതെല്ലാം നല്ല രീതിയിൽ ബാധിക്കും. ഇല്ലെങ്കിൽ ഇതേപോലുള്ള കടുത്ത നിയമങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പറയും 100,000 ആൾക്കാരെ തിരിച്ചെടുത്തില്ലെങ്കിൽ ഇനി ഇന്ത്യക്കാർക്ക് വിസ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ ഇവരെങ്ങനെ ഇലക്ഷൻ വിൻ ചെയ്ത് അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിന് കാരണം ഇതേപോലുള്ള ഇല്ലീഗൽ മൈഗ്രൻസിന്റെയും ഇതേപോലുള്ള ഏജൻസികളുടെ ഒരു എന്താ പറയുക ഒരു പ്രവൃത്തിയുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം.
സോ അത് മറ്റുള്ളവരെയും നല്ല രീതിയിൽ ഹയർ സ്റ്റഡീസ് ആഗ്രഹിക്കുന്നവരെയും ഇല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു വർക്ക് വിസ കിട്ടി ഇപ്പം NHS നഴ്സുമാരെ പോലെ ഇല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ പോലെ IT കാരെ പോലെയൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു ബാധ്യത അല്ലെങ്കിൽ ഒരു പ്രശ്നമാവും എന്ന് വിലയിരുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനിയിപ്പോൾ ചിലപ്പോൾ നിങ്ങൾ റെഫ്യൂജീസിനെ സപ്പോർട്ട് ചെയ്ത് വരുമായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും UK കയറുക, യൂറോപ്പിലേക്ക് കയറുക, ഓസ്ട്രേലിയക്ക് കയറുക എന്നുള്ളത് നയങ്ങളായിരിക്കാം. പക്ഷേ ഇതെല്ലാം മറ്റുള്ളവരെ നല്ല രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ്. മറ്റുള്ളവരെ മാത്രമല്ല, ഇത് ഇനി അങ്ങനെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരെ പോലും ബാധിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിസിറ്റിംഗ് വിസ കിട്ടിയാലല്ലേ ഇങ്ങോട്ട് വരാൻ പറ്റൂ, നിങ്ങൾക്ക് വർക്ക് വിസ കിട്ടിയാലല്ലേ ഇങ്ങോട്ട് വരാൻ പറ്റൂ, നിങ്ങൾക്ക് സ്റ്റഡീസിന്റെ വിസ കിട്ടിയാലല്ലേ ഇങ്ങോട്ട് വരാൻ പറ്റൂ എന്നുള്ളതാണ്. നമുക്കറിയാം ഈ അടുത്തിടെ എല്ലാ രാജ്യങ്ങളും കടുത്ത നിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. കാനഡ ആവട്ടെ, UK ആവട്ടെ, ഓസ്ട്രേലിയ ആവട്ടെ, അയർലൻഡ് ആവട്ടെ, ഫ്രാൻസ് ആവട്ടെ, എന്തിന് എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ അനധികൃത കുടിയേറ്റക്കാർ എന്നുള്ളത് തന്നെയാണ്. ഇതിൽ വലിയ രീതിയിൽ വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങളിൽ വലിയ രീതിയിൽ ഒരു റൈറ്റ് വിങ് ശക്തി ഇവിടെ എന്താ പറയാ ഇവിടെ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു. ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ശക്തി ഇല്ലായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അങ്ങനെ ചിന്തിച്ചു തുടങ്ങുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ വളരെ രീതിയിൽ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം കാനഡ ഇപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂളുകളാണ് കൊണ്ടുവരുന്നത്. ഇതേപോലെ വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് അവിടെ വർക്ക് വിസയിൽ കൺവേർട്ട് ചെയ്യുന്നത് നിർത്തലാക്കുന്നു. സ്റ്റുഡൻസിന് അങ്ങോട്ട് വരുന്നതിന് പക്ക കഠിനമായ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നു. അവരുടെ GIC എമൗണ്ടുകൾ ഉയർത്തുന്നു. IELTSന്റെയും ഇല്ലെങ്കിൽ മറ്റ് ടെസ്റ്റുകൾ കൊണ്ടുവരുന്നു. ഡിപെൻഡൻസിന് കൊണ്ടുവരും പറ്റില്ല എന്ന് പറയുന്നു കാനഡ. അത് മാത്രമല്ല അവരുടെ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയിൽ റെസ്ട്രിക്ഷൻ കൊണ്ടുവരുന്നു. UK അതേ സമാനമായിട്ടുള്ള ഇവിടെ ഡിപെൻഡൻസിനെ റെസ്ട്രിക്ട് ചെയ്യുന്നു. ഡിപെൻഡൻസിനെ ബാൻ ചെയ്യുന്നു കെയറേഴ്സിന്റെ. ഇവിടെ വരുന്നു സാലറി ത്രഷോൾഡ് ഉയർത്തുന്നു. ഇമിഗ്രേഷൻ ടോട്ടലി കൺട്രോൾ ചെയ്യാനായിട്ട് എല്ലാ രാജ്യങ്ങളിലും തീരുമാനമെടുക്കുന്നു. കാരണം റൈറ്റ് വിങ് ഒരു ശക്തി യൂറോപ്പും മറ്റ് കൺട്രീസിലും വലിയ രീതിയിൽ എന്താ പറയാ ഒരു പ്രചാരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. യൂറോപ്പിലെ പകുതിയോളം സ്റ്റേറ്റ്സും ഇപ്പോൾ റൈറ്റ് വിങ് ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നതും എന്നുള്ളതാണ് നമുക്ക് നോക്കുന്നത്. ഇനി മറ്റു കുറച്ച് ഫാക്ട്സിലേക്ക് കടക്കാം. സോ മറ്റൊരു ഫാക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പുള്ളിക്ക് ഓൾറെഡി ഇവിടെ വന്ന് വിസ നേടി ഇനി മറ്റുള്ള ആൾ ഇങ്ങോട്ട് വരണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും പറയാം. പൊതുവെ നമ്മൾ നാട്ടിലിരിക്കുമ്പോൾ ഞാനും കൂടി അങ്ങനെ വിചാരിക്കും, തെറ്റ് പറയാനില്ല. പക്ഷേ ഇവിടുത്തെ സാഹചര്യങ്ങൾ മാറുമ്പോൾ ഇവിടെ UK പഠിക്കാൻ വന്ന സ്റ്റുഡൻസിന് ഇതേപോലുള്ള അസൈലം സീക്കേഴ്സിനും റെഫ്യൂജി കൊണ്ട് അവർക്ക് ജോലി നഷ്ടപ്പെടുമ്പോൾ ഇല്ലെങ്കിൽ ഇവരെല്ലാവരും വന്നിട്ട് ഇവരുടെ സാലറി ത്രഷോൾഡ് ഉയർത്തിയിട്ട് ഇവർക്ക് ജോലി കിട്ടാതാവുന്ന സമയത്ത് നമ്മൾ ഇവിടെ എത്തിയ ആൾക്കാർക്ക് അവർക്ക് നിലനിൽപ്പില്ല, ലക്ഷങ്ങൾ മുടക്കിയിട്ട് വന്ന് നിലനിൽപ്പില്ല എന്നറിയുമ്പോൾ ഇങ്ങനെ വരുന്ന ന്യൂസുകൾ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കാതിരിക്കാനും വയ്യ, നിവൃത്തിയില്ല. ഇപ്പൊ നിങ്ങളാണ് ഇതേ സാഹചര്യത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും ഇത് തന്നെയാണ് ഇവിടെ പറയാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഞാൻ കാണുന്ന ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റി ഇമിഗ്രേഷൻ മൂവ്സ് സ്വീപ്പിംഗ് EU ത്രെട്ടൻസ് ഇറ്റ്സ് ന്യൂ അസൈലം സ്ട്രാറ്റജി. അതായത് സകല രാജ്യത്തും ഒരു ആന്റി ഇമിഗ്രേഷൻ മൂഡ് പിടിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം ഇവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ മുന്നേ യൂറോപ്യൻ കൺട്രീസിലെല്ലാം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കാനഡയിലും അത് പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു. അതിന് പല റീസൺസ് ഉണ്ട്. കാനഡയിൽ ഉണ്ടാകുന്നതിന് അവിടെ എന്താ പറയാ പ്രോപ്പറായിട്ട് വരുന്നവർക്ക് സ്റ്റേ കിട്ടുന്നില്ല, അവിടെ സിറ്റിസൺ ആയിട്ടുള്ളവർക്കും PR കിട്ടിയിരുന്നവർക്കും പ്രോപ്പറായിട്ട് ജോലി കിട്ടുന്നില്ല, പാർട്ട് ടൈം കിട്ടുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രശ്നം അവിടെ ഉടലെടുക്കുന്നത്. ഇതേപോലെ തന്നെ ഒരുപാട് പേര് അങ്ങോട്ട് കടന്നു ചെല്ലുന്നത് കൊണ്ട് തന്നെയാണ് ഇതൊക്കെ ഉടലെടുക്കുന്നത് യൂറോപ്യൻ കൺട്രീസിലും. അതിന് പക്കാ തെളിവുകളാണ് ഈ പറഞ്ഞ ന്യൂസുകൾ നിങ്ങളുടെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഇതിൽ ഫസ്റ്റത്തെ ആ ലൈൻ തന്നെ വായിച്ചു നോക്കിയാൽ മതി. അണ്ടർ ഇന്റൻസ് പൊളിറ്റിക്കൽ പ്രഷർ ഫ്രം ഫാർ റൈറ്റ്സ് പാർട്ടീസ് ഇൻ പവർ ഇൻ ഹാഫ് എ ഡസൻ മെമ്പർ സ്റ്റേറ്റ്സ്. അതായത് പകുതിയോളം യൂറോപ്യൻ സ്റ്റേറ്റ്സിലും ഫാർ റൈറ്റ്സ് ആണ് ഭരിക്കുന്നത്. സോ യൂറോപ്പിനകത്ത് ഈ ഒരു അസൈലം നിയമങ്ങൾ മാറ്റി എഴുതാനായിട്ട്, റെഫ്യൂജി നിയമങ്ങൾ മാറ്റി എഴുതാനായിട്ട് നിർബന്ധിതരാവുന്നുണ്ട് മറ്റ് രാജ്യങ്ങളും. ഇല്ലെങ്കിൽ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യണം എന്ന് വിചാരിച്ച രാജ്യങ്ങൾക്ക് പോലും ഇതൊരു ബാധ്യത വരുന്നുണ്ട്. എന്തിന്? പോർച്ചുഗൽ നിയമങ്ങൾ മാറ്റി കടുത്ത നിയമങ്ങൾ കൊണ്ടുവന്നു. പണ്ടത്തെ പോലെ വിസിറ്റിംഗ് വിസയിൽ ചെന്ന് അവിടെ പോയി വർക്ക് വിസയിലേക്ക് മാറാം എന്നുള്ള സ്വപ്നം അവിടെ തീർന്നു. ഏക രാജ്യമായിരുന്നു ഈ പറഞ്ഞ യൂറോപ്യൻ കൺട്രിക്കകത്ത് ഒരു ഷെങ്കൻ സോണിനകത്ത് നിങ്ങൾ ലീഗലായിട്ട് എൻട്രി ചെയ്യുവാണെങ്കിൽ ലീഗലായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു രാജ്യമായിരുന്നു പോർച്ചുഗൽ. ആ പോർച്ചുഗൽ നിയമങ്ങൾ മാറ്റി. എന്തിനാണ്? അനധികൃത കുടിയേറ്റക്കാരും ഇതേപോലെ വിസിറ്റിംഗ് വിസയിൽ വരുന്നതും അതൊക്കെ മിസ്യൂസ് ചെയ്യുന്നത് കൊണ്ടും അത് നിർത്തലാക്കി എന്നുള്ളത് തന്നെയാണ് അറിയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ന്യൂസ് അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നത്. അതുപോലെ ഇപ്പൊ നിങ്ങൾ ആ സെക്കൻഡ് പാരഗ്രാഫ് തന്നെ നോക്കിയാൽ മതി. ജർമ്മനിയും ഫ്രാൻസും നെതർലൻഡ്സും മറ്റ് സ്വീഡനും ഫിൻലൻഡും എല്ലാം തന്നെ ഹാഷ് ആന്റി ഇമിഗ്രന്റ് ലോ ഇവിടെ കൊണ്ടുവരാനായിട്ട് തയ്യാറാവുന്നു എന്നുള്ളത് തന്നെയാണ്. അതിന് റെഫ്യൂജീസ് ഇപ്പൊ നമ്മൾ ഇന്ത്യക്കാർ മാത്രമല്ല, ഇപ്പൊ നമ്മൾ അന്ന്
ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ റോബർട്ട് ജെൻറിക് ഇന്ത്യക്കാരെ കോട്ട് ചെയ്ത് പറഞ്ഞെങ്കിലും അത് മൊത്തമായിട്ട് ഇന്ത്യക്കാരെ മാത്രമല്ല. കാരണം ഇന്ത്യക്കാർ മാത്രമല്ല ഇവിടെ റെഫ്യൂജി ആയിട്ട് വരുന്നത്. ഇവിടെ റെഫ്യൂജി ആയിട്ട് വരുന്നത് ശ്രീലങ്കൻസും ഇന്ത്യക്കാരും പാകിസ്ഥാനികളും മറ്റ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഒരുപാട് വാറ് കാരണം രക്ഷപ്പെട്ടു വരുന്നവരുമെല്ലാം ഈ ഒരു ഗ്രൂപ്പിലേക്ക് പെടും. ഈ ഒരു ഗ്രൂപ്പിലേക്ക് അവർ ഉദ്ദേശിക്കുന്ന ആളുകളിലേക്ക് ഇവർ പെടുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ഇതൊക്കെ വലിയ രീതിയിൽ കൂടുന്നതും അവിടുത്തെ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതും ഇത് തന്നെയാണ് ഇതിനൊരു പ്രതിവിധിയായിട്ട് ഇവർ ടഫായിട്ടുള്ള ഇമിഗ്രേഷൻ നിയമങ്ങൾ അസൈലം കൊടുക്കാതിരിക്കാനും ഇല്ലെങ്കിൽ അവരെ തിരിച്ചയക്കാനുള്ള പദ്ധതികളുമായിട്ട് യൂറോപ്യൻ ഗവൺമെന്റുകൾ പോകുന്നു. കാരണം ഒരു ഹാഫ് ഡസനോളം അവിടെ സ്റ്റേറ്റ്സ് ഭരിക്കുന്നത് ഫാർ റൈറ്റ് വിങ്സ് ആണ് ഭരിക്കുന്നത്. UK തിരിച്ചു വരാം. ഞാൻ പറഞ്ഞ യൂറോപ്പ് ഇപ്പോൾ കാനഡ നിയമങ്ങൾ മാറ്റിയതും ഓസ്ട്രേലിയ നിയമങ്ങൾ മാറ്റി ടഫായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്നതും ഇപ്പോൾ അയർലൻഡ് നിയമങ്ങൾ ഘടിപ്പിക്കുന്നതും സാലറി ത്രഷോൾഡ് ഉയർത്തുന്നതും മറ്റ് യൂറോപ്യൻ കൺട്രീസ് എല്ലാം നിയമങ്ങൾ അടിമുടി മാറ്റുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഇൻ ഡെപ്ത് ആയിട്ട് നോക്കാം. UK പബ്ലിക് ഒപ്പീനിയൻ ടുവേർഡ്സ് ഇമിഗ്രേഷൻ, ഓവറോൾ ആറ്റിറ്റ്യൂഡ് ആൻഡ് ലെവൽ ഓഫ് കൺസേൺ എന്നുള്ള രീതിയിൽ ഇത് മൈഗ്രേഷൻ ഒബ്സർവേറ്ററി കമ്മിറ്റിയുടെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ റിപ്പോർട്ടിനകത്തേക്ക് വലിയ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, വളരെ ഷോർട്ട് പീരിയഡ് ചെയ്യാനായിട്ട്. അപ്പോൾ പബ്ലിക് ഒപ്പീനിയൻ ഓൺ മൈഗ്രേഷൻ ഇൻ ദ യുണൈറ്റഡ് കിങ്ഡം ഈസ് ഡിവൈഡഡ് എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം, ഫസ്റ്റ് ഫിഗറിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഇമിഗ്രേഷൻ ഇൻ ഗ്രേറ്റ് ബ്രിട്ടൻ 2023 എന്നുള്ള രീതിയിൽ പറയാം. ഡു യു തിങ്ക് ദ നമ്പർ ഓഫ് ഇമിഗ്രൻസ് കമ്മിങ് ടു ബ്രിട്ടൻ nowadays should be increased, reduced or should it remain the same എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കും. നിങ്ങൾക്ക് വായിക്കറിയാം, സോ അതുകൊണ്ട് ഞാൻ അത് കൂടുതൽ വായിച്ച് കളിക്കുന്നില്ല. സോ റെഡ്യൂസ്ഡ് എ ലോട്ട് എന്ന് പറയുന്നുണ്ട്, റെഡ്യൂസ്ഡ് എ ലിറ്റിൽ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അവർ രണ്ടുപേരും അത് ഓക്കെയാണ്. അതുപോലെ റിമെയിൻ ദ സെയിം എന്നുള്ള രീതിയിൽ പറയുന്ന ആൾക്കാർ 22% ആൾക്കാർ പറയുന്നുണ്ട്. ഇൻക്രീസ്ഡ് എ ലിറ്റിൽ, ഇൻക്രീസ്ഡ് എ ലോട്ട് എന്ന് പറയുന്ന ആൾക്കാരും അവിടെ കൂടുതലാണ് എന്നുള്ളതാണ്. ഓക്കെ, അതിന് താഴത്ത് നമുക്ക് കാണാൻ പറ്റും, ഓൺ ദ വോൾ ഡു യു തിങ്ക് ഇമിഗ്രേഷൻ ഈസ് എ ഗുഡ് തിങ് ഓർ ബാഡ് തിങ് ഫോർ ബ്രിട്ടൻ എന്നുള്ള രീതിയിൽ 17% വെരി ബാഡ് എന്നും 16% ബാഡ് എന്നും നെയ്തർ ബാഡ് ഓർ ഗുഡ് എന്ന് പറയുന്ന 30% ആളുകളും അവിടെ കാണുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെയുള്ള ഒരു മാറ്റം അത് 2023 കണക്കുകളാണ്. ഇപ്പൊ റീസെന്റ് ഇവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ശേഷം ഉള്ള കണക്കുകൾ വരുന്ന സമയത്തായിരിക്കും പുറത്തു വരാൻ പോകുന്നത് എന്നുള്ളതും മറ്റൊരു കോമഡിയാണ് എന്നുള്ളതാണ് കേട്ടോ. സോ അതുകൊണ്ട് തന്നെ ഒരു മാറ്റം ആകെ അടിമുടി ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതിന് ഇതേപോലത്തെ വരുന്ന ഇല്ലീഗൽ മൈഗ്രൻസിനും ഇവിടെ ഉണ്ടാക്കുന്ന പല പ്രശ്നങ്ങളും പല പ്രോബ്ലംസ്, അതിപ്പോ ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. ഇതിനകത്ത് പല പ്രോബ്ലംസും ഇവിടെ നമ്മളെ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് നയിക്കുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളെ എന്നുള്ളതിന് പച്ചയായ യാഥാർത്ഥ്യമാണ്. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനെ ഒന്നും തടഞ്ഞില്ലെങ്കിൽ, ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എൻ്റെ സർക്കിളിലുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ ഒരിക്കലും പറയില്ല UK വന്ന് ഇവിടെ ചാടി നിൽക്കാനായിട്ട്. ഇവിടെ ചാടി നിന്ന് പണി കിട്ടിയ ഒരുപാട് പേരെ നമുക്കറിയാം. പട്ടിണിയും പരിവട്ടത്തിലായിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റാതെ കിടക്കുന്ന ഒരുപാട് നമുക്കറിയാം. ഏജൻസികളുടെ തള്ളു കേട്ടിട്ട് ഇവിടെ വന്നിട്ട് അസൈലം അപ്ലൈ ചെയ്യാൻ വന്നിട്ട് ഇവിടെ ദുരിതത്തിലായിരിക്കുന്നവർ നമുക്കറിയാം. ഇവിടെ പലരെയും നമുക്കറിയാം. പിന്നെ കഷ്ടകാലം കൊണ്ടും ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ കൊണ്ടും പലരും ഇവിടെ സ്റ്റുഡന്റ് വിസയിൽ വന്നും ചാടി നിൽക്കുന്ന ആൾക്കാരും ഇവിടെ ഉണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിച്ചു. ഇവരെല്ലാവരും ഇപ്പോൾ വലിയ രീതിയിലുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നും അതിവിടെ ഇപ്പോഴുള്ള ഹോം ഓഫീസിന്റെ വളരെ തറവായിട്ടുള്ള റെയ്ഡുകളിലൂടെ പലരും പിടിക്കപ്പെടുന്നുണ്ടെന്നും നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ഫാക്ട്സ് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നെറ്റി ചുളിച്ചേക്കാം, പക്ഷെ അതൊന്നും ഞാൻ ബോധർ ചെയ്യുന്നില്ല. പക്ഷെ ഈ ഒരു കാര്യം നമ്മൾ നോട്ട് ചെയ്യണം. നമ്മളെ ക്ഷണിക്കുന്ന രാജ്യങ്ങളെ, ഈ പറഞ്ഞ രാജ്യങ്ങൾ നമുക്കൊരു അവസരങ്ങൾ തന്നപ്പോൾ നമ്മൾ അത് മുതലാക്കി എന്നുള്ളത് ഓക്കെ, പക്ഷെ അത് ഓവർ മുതലാക്കി അവരെ നമ്മൾ എന്താ പറയാ ഒരു അവസരം തരുന്നത് ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇനിയുള്ള അവസരങ്ങൾ യൂറോപ്യൻ കൺട്രികൾ വളരെ നോക്കിയും കണ്ടും മാത്രമായിരിക്കും നമുക്ക് തരാൻ പോകുന്നത്. സോ അതിനൊക്കെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കമന്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ കമന്റ് ചെയ്യാം. ഈ ഒരു മൈഗ്രേഷൻ ഒബ്സർവേറ്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ടിനകത്ത് ഫിഗർ 4 നോക്കിക്കഴിഞ്ഞാൽ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഇമിഗ്രേഷൻ ഇൻ ഡിഫറെന്റ് യൂറോപ്യൻ കൺട്രീസ് ഇൻ 2021 എന്നാണ്. ഇത് പഴയ കണക്കുകളാണ് കാണിക്കുന്നത്. ഈ പഴയ കണക്കുകളിൽ തന്നെ ഇത് ഈ ഒരു ലെവലാണെന്നുണ്ടെങ്കിൽ പുതിയ കണക്കുകൾ എവിടെ എന്നുള്ളൊരു ചോദ്യമാണ്. പുതിയ കണക്കുകൾ തീർച്ചയായിട്ടും ഇതിനകത്ത് വരാനായിട്ട് സാധ്യതകളുണ്ട്, വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇന്ന് ഞാൻ കണക്കുകൾ കാണിച്ച് നിങ്ങൾക്ക് ഞാൻ ഒന്നും പറയാനല്ല, ഇവിടെയുള്ള ഇപ്പോൾ സംസാര വിഷയമായിട്ടുള്ള ന്യൂസ് നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും UK വരാം, യൂറോപ്പിലേക്ക് പോവാം, കാനഡയിലേക്കും പോവാം, എല്ലാം പ്രോപ്പർ ചാനലിലൂടെ പോവുക.
പ്രോപ്പറായിട്ട് പരിപാടികൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പോകുന്നതിന് മുമ്പ് മാക്സിമം റിസർച്ച് ചെയ്യുക. നിങ്ങൾക്ക് അവിടെ പോയി സർവൈവ് ചെയ്യാൻ പറ്റുമെന്നും നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുമെന്നും ഉറപ്പ് ഫസ്റ്റ് വരുത്തുക എന്നുള്ളതൊക്കെയാണ് ഏറ്റവും വലിയൊരു കാര്യം. അതൊന്നും നിങ്ങൾ റിസർച്ചിൽ നോക്കിയിട്ട് അതൊന്നും നടക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പോവാതിരിക്കുക എന്നുള്ളതും കൂടിയാണ്. ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ജോബ് നാട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 1 ഇയർ വിസയോ 2 ഇയർ വിസയോ 10 ഇയർ വിസയോ ഒക്കെ പല രാജ്യങ്ങളും അടിക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ടൂർ പോയി നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ തീർക്കാനും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങൾ ഇവിടെ വന്ന് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇല്ലെങ്കിൽ ഇപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വരുവാണെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്ത് ഇങ്ങോട്ട് വരിക എന്നുള്ളതാണ്. പല വഴികൾ വരും. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇമിഗ്രേഷൻ നിയമങ്ങളിൽ ഇമിഗ്രേഷനെ ചൂഷണം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിൽ വാതിൽ അടയ്ക്കപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളതും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് വീഡിയോ നിർത്തട്ടെ. ചാനൽ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. ബൈ.